ഇപ്പോൾ സാറ് പറഞ്ഞു JEE നീറ്റ് പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് അതൊക്കെ +2 കഴിഞ്ഞതിന് ശേഷമാണ്. ഈ ഹൈസ്കൂൾ തലത്തിൽ എഴുതാൻ പറ്റുന്ന വിവിധതരം കോമ്പറ്റേറ്റീവ് എക്സാംസ് ഉണ്ടല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയൂ. ഹൈസ്കൂൾ ലെവലിൽ തന്നെ പലപ്പോഴും നമ്മൾ JEE നീറ്റൊക്കെ അതൊക്കെ 12th ശേഷമല്ലേ എന്നാണ് ആലോചിക്കുക. പക്ഷേ ഇത്തരം എക്സാംസിന് വേണ്ടി വളരെ നേരത്തെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ട്. അവരോടാണ് നമ്മുടെ കുട്ടികൾ കോമ്പീറ്റ് ചെയ്ത് നിൽക്കേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള പാരൻസും സ്റ്റുഡൻസും ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരുപാട് പരീക്ഷകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഗവൺമെൻറ് നടത്തുന്ന ഒളിമ്പ്യാഡ്സ് എന്നുള്ളത്. ഓക്കെ, ഒളിമ്പ്യാഡ്സ് ഒരു ഹൈസ്കൂൾ ലെവലിൽ കുട്ടിക്ക് മാത്സ് ഒളിമ്പ്യാഡും ജൂനിയർ സയൻസ് ഒളിമ്പ്യാഡും എഴുതാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ IOQM ഇന്ത്യൻ ഒളിമ്പ്യാഡ് ക്വാളിഫയർ ഇൻ മാത്തമാറ്റിക്സിൽ നമ്മുടെ 6 സ്റ്റുഡൻസാണ് ക്വാളിഫൈ ചെയ്തത്. റീജിയണൽ മാത്സ് ഒളിമ്പ്യാഡിൽ നിന്ന് ഹൈസ്കൂളിൽ നിന്ന് 6 സ്റ്റുഡൻസിനെ കേരളത്തിൽ സെലക്ട് ചെയ്തതിൽ നമ്മുടെ ഹാമിസ് മുനീർ എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റ് നാഷണൽ ലെവലിൽ പോയിട്ട് റീജിയണൽ മാത്സ് ഒളിമ്പ്യാഡ് ക്വാളിഫൈ ചെയ്തിട്ട് മത്സരിച്ചു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഒളിമ്പ്യാഡ് എക്സാം ഗവൺമെൻറ് നടത്തുന്ന ഒളിമ്പ്യാഡ് എക്സാംസ് ആണ്. ഇനി ഇത് ഇൻ്റർനാഷണൽ ലെവലിൽ വരെ പോയിട്ട് കുട്ടികൾക്ക് ഇതിൽ മത്സരിക്കാൻ സാധിക്കും. ഇങ്ങനെ ഒളിമ്പ്യാഡിൽ മത്സരിക്കുന്ന സ്റ്റുഡൻസിന് ഇപ്പോൾ ഈവൻ IITസിലടക്കം ഒളിമ്പ്യാഡ് സ്ട്രീം വഴി അഡ്മിഷൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റികൾ, ഇപ്പോൾ MIT, സ്റ്റാൻഫോർഡ്, ഹാർവർഡ്, ഇങ്ങനത്തെ ഏത് യൂണിവേഴ്സിറ്റി എടുത്താലും അവർ നോക്കുന്ന പ്രധാനപ്പെട്ട ഒരു കരിക്കുലർ ആക്ടിവിറ്റി എന്നുള്ളത് ഒളിമ്പ്യാഡ് പോലുള്ള മത്സരങ്ങളിൽ മത്സരിച്ചോ എന്നുള്ളതാണ്. ഇനി അത് കൂടാതെ തന്നെ പ്രൈവറ്റ് പാർട്ടീസ് നടത്തുന്ന ഒരുപാട് എക്സാംസ് ഉണ്ട്. ഇപ്പോൾ MTSC, MSAT, അതേപോലെ NSMC, നാഷണൽ സയൻസ് ആൻഡ് മാത്സ് ചാമ്പ്യൻഷിപ്പ് എന്ന് തുടങ്ങി വ്യത്യസ്തങ്ങളായിട്ടുള്ള എക്സാംസ് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈ എക്സാംസിൽ ഒക്കെ നമ്മുടെ കുട്ടികളെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഒരു ഹൈസ്കൂൾ കുട്ടി നമ്മൾ തോറ്റോ ജയിച്ചോ എന്നുള്ളതിലപ്പുറം നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. കാരണം കുട്ടിയുടെ ഒരു കോമ്പറ്റീറ്റീവ്നെസ് കൂട്ടുന്ന, നമ്മുടെ സ്കൂളിനപ്പുറം ഒരു ലോകമുണ്ട് എന്ന് കുട്ടിയെ മനസ്സിലാക്കി കൊടുക്കുന്നൊരു കാര്യമാണ് ഇത്തരം കോമ്പറ്റേറ്റീവ് എക്സാംസ് എന്നുള്ളത്.